അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ലെറ്റ് എസ് ബി ദ സെറ്റ് ഓഫ് ഓൾ 7-digit numbers that can be found using the digit 0, 1, 2. For example, 22, 10, 222 is in S, but 02, 10, 222 is not in S. The number of elements in X such that at least one of the digits 0 and 1 appear exactly twice in X is equal to. കോമൺ ക്വസ്റ്റ്യൻ ആണ്, ജെയിമിനൊക്കെ നിരന്തരം വരുന്ന ടൈപ്പ് ചോദ്യമാണ്. പക്ഷേ എന്താ വെച്ചാൽ ഇത് ലെങ്തിയാണ്, അതായത് പല കേസ് എഴുതണം, അല്ലെങ്കിൽ എവിടെയെങ്കിലൊക്കെ തെറ്റിപ്പോയി, അല്ലെങ്കിൽ കറക്റ്റ് കൗണ്ട് ചെയ്തില്ല, ഡബിൾ കൗണ്ട് ചെയ്തു, അങ്ങനത്തെ മിസ്റ്റേക്കുകളൊക്കെ പെർമ്യൂട്ടേഷൻ കോമ്പിനേഷനിൽ വരാവുന്നതേ ഉള്ളൂ. പക്ഷെ കുത്തിയിരുന്ന് ചെയ്താൽ കിട്ടൂട്ടോ. പക്ഷെ ഡ്യൂറിങ് എക്സാമിനേഷൻ പ്രഷർ എങ്ങനെ ചെയ്യാന്നുള്ളത് ക്വസ്റ്റ്യൻ തന്നെയാണ്, കാരണം ഇത് അത്യാവശ്യം വർക്കൗട്ട് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഇവർ പറഞ്ഞിരിക്കുന്നത് എന്താ വെച്ചാൽ ദ നമ്പർ ഓഫ് എലിമെന്റ്സ് ഇൻ എക്സ് സച്ച് ദാറ്റ് അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദ ഡിജിറ്റ് 0 and 1 അപ്പിയേഴ്സ് എക്സാക്ട്ലി ട്വൈസ്. അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദ ഡിജിറ്റ് 0 or 1 എന്ന് പറഞ്ഞാൽ എന്താണ്? 0 അപ്പിയേഴ്സ് എക്സാക്ട്ലി ട്വൈസ് ഉണ്ടാവും, പിന്നെ 1 അപ്പിയേഴ്സ് എക്സാക്ട്ലി ട്വൈസ് ഉണ്ടാവും, 1ഉം 0ഉം അപ്പിയേഴ്സ് എക്സാക്ട്ലി ട്വൈസ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ബേസിക്കലി നമുക്ക് നമ്പർ ഓഫ് എ പ്ലസ് നമ്പർ ഓഫ് ബി മൈനസ് നമ്പർ ഓഫ് എ ഇന്റർസെക്ഷൻ ബി, ആ ഐഡിയയാണ് ഇവിടെ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ പല പല കേസസ് ആയിട്ട് നമുക്കൊന്ന് എഴുതി നോക്കാം. അപ്പോൾ ആ ഫണ്ടമെന്റൽ ഐഡിയ വളരെ ക്ലിയർ ആണല്ലോ. പ്രിൻസിപ്പിൾ ഓഫ് ഇൻക്ലൂഷൻ എക്സ്ക്ലൂഷൻ ആണ് നമ്മളിവിടെ യൂസ് ചെയ്യാൻ പോണത്. നമ്പർ ഓഫ് എ പ്ലസ് നമ്പർ ഓഫ് ബി മൈനസ് നമ്പർ ഓഫ് എ ഇന്റർസെക്ഷൻ ബി ആണ് നമ്മളിവിടെ യൂസ് ചെയ്യാൻ പോണത്. പക്ഷേ ഇവിടെ അറിയേണ്ട കാര്യം എന്താ വെച്ചാൽ കൃത്യമായിട്ട് ഓരോ ഭാഗത്തും കൗണ്ട് ചെയ്യണം, റീകൗണ്ടിങ് വരാൻ പാടില്ല. അതുപോലെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, മിസ് കൗണ്ടും ഉണ്ടാകാൻ പാടില്ല, മിസ്സാവാൻ പാടില്ല, റൈറ്റ്? അപ്പോൾ ആദ്യം നമ്മൾ എടുക്കാൻ പോണത് 0 appears എക്സാക്ട്ലി ട്വൈസ്. ആ കേസാണ് നമ്മൾ എടുക്കണം. കാരണം അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദ ഡിജിറ്റ് 0 and 1 appears എക്സാക്ട്ലി ട്വൈസ് എന്നല്ലേ പറഞ്ഞിരിക്കണേ. അപ്പൊ 0 appears എക്സാക്ട്ലി ട്വൈസ് ഉണ്ടാവും, 1 appears എക്സാക്ട്ലി ട്വൈസ് ഉണ്ടാവും, 0ഉം 1ഉം appears എക്സാക്ട്ലി ട്വൈസ് ഉണ്ടാവും. അപ്പൊ 0 appears എക്സാക്ട്ലി ട്വൈസ് കേസ് നമ്മൾ എടുക്കാൻ പോവാണ്. ഓക്കെ, അപ്പൊ 0 രണ്ടെണ്ണം വരാൻ പോവാം. ആ രണ്ടെണ്ണം വരുന്ന 0 എന്ന് പറഞ്ഞാൽ 7-digit നമ്പർ ആണല്ലോ. 7-digit നമ്പറിൽ നമ്മൾ 0നെ ഇവിടെ പ്ലേസ് ചെയ്യാൻ പറ്റില്ല. ബാക്കിയുള്ള 6 പ്ലേസുകളിൽ വേണമെങ്കിൽ 0നെ എന്ത് ചെയ്യാം, കൊണ്ടുപോയിട്ട് പ്ലേസ് ചെയ്യാം. അപ്പോൾ 0ന് വേണ്ടി നമ്മൾ പൊസിഷൻസ് ചൂസ് ചെയ്താൽ മതി. ഓക്കെ, കാരണം 0 ഐഡന്റിക്കൽ എലമെന്റ് ആണെങ്കിൽ ആയതുകൊണ്ട് പിന്നെ അറേഞ്ച്മെന്റിന്റെ ക്വസ്റ്റ്യൻ അവിടെ വരുന്നില്ല, ജസ്റ്റ് പൊസിഷൻസ് ചൂസ് ചെയ്താൽ മതി. അപ്പോൾ 0ന്റെ പൊസിഷൻ ക്യാൻ ബി ചോസൺ ഇൻ 6C2 ways. അത് ക്ലിയർ ആണ്. ഇനി ബാക്കിയുള്ള ഇപ്പൊ ബാക്കിയുള്ള നമ്മുടെ 5 പ്ലേസസ്. ഓക്കെ, ഇവിടെ നമ്മൾ 2 പ്ലേസ് 0ന് വേണ്ടി ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫോർ എക്സാമ്പിൾ ഇവിടെ എന്ന് വിചാരിച്ചോ. ബാക്കിയുള്ള 5 പ്ലേസസ് ഉണ്ടല്ലോ, ഈ 5 പ്ലേസിൽ എന്ത് വരാം? 0 എക്സാക്ട്ലി ട്വൈസ് വന്നു കഴിഞ്ഞാൽ 0ന്റെ കേസ് കഴിഞ്ഞു, കഥ കഴിഞ്ഞു. ബാക്കി നമ്മൾ 1നെ കുറിച്ചും 2നെ കുറിച്ചും ചിന്തിച്ചാൽ മതി. ഈ 5 പ്ലേസുകളിൽ 1ഓ 2ഓ വരാം. ഓരോ പ്ലേസും 2 ഡിഫറെന്റ് വേസിൽ ഫില്ല് ചെയ്യാം. 2 ഡിഫറെന്റ് വേസിൽ 1 അല്ലെങ്കിൽ 2. അപ്പൊ ഇവിടെ 5 പ്ലേസസ് ഉണ്ട്. 2 × 2 × 2 × 2 × 2 5 ടൈംസ്. ഓക്കെ, 2⁵ ആണ് വരാൻ പോണത്. 2⁵. സോ അവിടുത്തെ ആൻസർ 6C2 × 2⁵. അപ്പൊ 6C2 എന്ന് പറഞ്ഞത് 0നെ ചൂസ് ചെയ്യാൻ, പിന്നെ അറേഞ്ച്മെന്റ് അവിടെ ഇല്ല. പിന്നെ 2⁵ എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള 5 പ്ലേസുകളിൽ 1ഉം 2ഉം വരുന്ന കേസ്. അപ്പൊ 6C2 × 2⁵ ആണ് വരാൻ പോണത്. അപ്പൊ 6C2 എന്ന് പറയുമ്പോൾ എത്ര വരാൻ പോണത്? 15 × 32, അത് 480 വരും. 480. ഇനി രണ്ടാമത്തെ കേസ് 1 appears exactly twice. 1 appears exactly twice ആണ്. അപ്പോൾ 1 കറക്റ്റ് 2 തവണ. ഇത് ട്രിക്കിയാ, കാരണം എന്താ? 1 appears exactly twice എന്ന് പറഞ്ഞാൽ 0 വേറെ വരുന്നുണ്ടാവും, 0 ഏറ്റവും ലെഫ്റ്റ് മോസ്റ്റിൽ വരാനും പാടില്ല, അങ്ങനത്തെ പ്രശ്നമുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നത്? 2 കേസായിട്ട് നമ്മൾ ചെയ്യാൻ പോവാണ്. അപ്പോൾ 1 at ഫസ്റ്റ് പ്ലേസ്. 1 at ഫസ്റ്റ് പ്ലേസ്. 1 ഫസ്റ്റ് പ്ലേസിൽ വരുന്ന കേസസ് എടുക്കാൻ പോവാം. അപ്പൊ 1 ഫസ്റ്റ് പ്ലേസിൽ വരുന്ന കേസ് എന്ന് പറഞ്ഞാൽ ഇതാ 1 അവിടെ ഫിക്സ് ചെയ്തു. 1 ഫസ്റ്റ് പ്ലേസിൽ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് എന്താ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ 1 appears എക്സാക്ട്ലി ട്വൈസ് ആണ്. ഒരു 1ഉം കൂടി നമുക്ക് ചൂസ് ചെയ്യാനുണ്ട്. അപ്പൊ ഒരു 1 നമ്മൾ എവിടെയാണ്? ഈ പറഞ്ഞ 6 സ്പോട്ടുകളിൽ ഒരു സ്ഥലത്ത് ചൂസ് ചെയ്താൽ മതി. സോ 6C1 വേസിൽ ഇനി 1നെ ചൂസ് ചെയ്യാം. അപ്പൊ 1ന്റെ കാര്യം കഴിഞ്ഞു. ഇനി നമ്മൾ ബാക്കിയുള്ള റിമൈനിങ് 5 സ്പോട്ട്സ് എന്തൊക്കെ ആയിരിക്കാം? 0 or 2 ആയിരിക്കാം. ഓക്കെ, അത് എത്ര വേസിലായിരിക്കും? 2⁵ വേസിലായിരിക്കും. അപ്പൊ ഇവിടുത്തെ ആൻസർ 6C1 × 2⁵, 6 × 32 എന്ന് വരും. അത് 192. ക്ലിയർ ആണല്ലോ? ഇതിലെ ഒരു പ്രശ്നമില്ല. 1 ഫസ്റ്റ് പ്ലേസിൽ വന്നതുകൊണ്ട് ഒരു പ്രശ്നമില്ല, കൺഫ്യൂഷൻ ഒന്നുമില്ല. ഇനി ഇതിൽ തന്നെ രണ്ടാമത്തെ ഒരു പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഡിജിറ്റ്
നോട്ട് ഈക്വൽ ടു 1. ഓക്കെ, ഫസ്റ്റ് ഡിജിറ്റ് നോട്ട് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ പിന്നെ ഫസ്റ്റ് ഡിജിറ്റ് എന്താണ്? 0 ആകാൻ പറ്റില്ലല്ലോ, അത് 2 ആണ്. അഥവാ ഫസ്റ്റ് ഡിജിറ്റ് 2, ഫസ്റ്റ് ഡിജിറ്റ് ഇസ് ഈക്വൽ ടു 2. അപ്പോൾ അഗെയിൻ 2 4 6 7 ഇവിടെ 2 വന്നു. അപ്പോൾ 2 ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് 2 2 1s എടുക്കണം. 6 പ്ലേസുകളിൽ എടുക്കാം. അത് എത്ര വേസിലായിരിക്കും? 6 C2 വേസിലായിരിക്കും. ഓക്കെ, 6 C2 വേസിലായിരിക്കും, അഥവാ 15 വേസിലായിരിക്കും നമുക്ക് വരാൻ പോണത്. അപ്പോൾ 1കൾ നമ്മളിതാ ഇവിടെയും ഇവിടെയാന്ന് വിചാരിച്ചോ. ഓക്കെ, ഇനി ബാക്കി നമ്മളെ കയ്യിൽ എന്തുണ്ട്? 4 സ്പോട്ട് ഉണ്ട്. ആ 4 സ്പോട്ടുകളിൽ 0യോ അല്ലെങ്കിൽ 2ഓ വരാം. 0യോ അല്ലെങ്കിൽ 2 വരാം. 2 വേസിൽ ചൂസ് ചെയ്യാൻ പറ്റും. 4 സ്പോട്ട് ഉണ്ട്. കാരണം 1 2 വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ള 4 സ്പോട്ട്. ഇപ്പോൾ റിമൈനിങ് 4 സ്പോട്ട്സ്. ആ 4 സ്പോട്ട്സിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 0 ഓർ 2 വരാൻ പറ്റും. 2⁴ വേസിൽ. അപ്പോൾ ഇവിടെ ആൻസർ വരാൻ പോണത് 15 × 2⁴ എന്ന് വരും. അപ്പോൾ 15 × 16 വരും. അത് വരാൻ പോണത് 240. അപ്പോൾ ഇവിടുത്തെ ടോട്ടൽ കേസസ് വരാൻ പോണത് 192 + 240. 192 + 240 എന്ന് വെച്ചാൽ 432 വരും. അപ്പോൾ ഫസ്റ്റ് കേസിൽ 480, സെക്കൻഡ് കേസിൽ 432. ഏത്? 1 അപ്പിയേഴ്സ് എക്സാക്ട്ലി ട്വൈസ് ഉണ്ട്, 0 അപ്പിയേഴ്സ് എക്സാക്ട്ലി ട്വൈസ് ചെയ്തു, 1 അപ്പിയേഴ്സ് എക്സാക്ട്ലി ട്വൈസ് ചെയ്തു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? എന്ത് സബ്ട്രാക്ട് ചെയ്യണം? സബ്ട്രാക്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ 0യും ട്വൈസ് വരുന്നു, 1ഉം ട്വൈസ് വരുന്നു. അത് ഓൾറെഡി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? ഇതിലും കൗണ്ട് ചെയ്തിട്ടുണ്ടാവും, ഇതിലും കൗണ്ട് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇനി മൂന്നാമത്തെ കേസ് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, മൂന്നാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ 1 അപ്പിയേഴ്സ് എക്സാക്ട്ലി ട്വൈസ്, 1 appears exactly twice, and 2 appears exactly twice. Right? അപ്പോൾ ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ 0യും 1ഉം ട്വൈസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ 4 പ്ലേസ്. ഇനി ബാക്കി 3 പ്ലേസിനെ കുറിച്ച് പറഞ്ഞാൽ മതി. പക്ഷേ ഇവിടെ നോക്കണം, 2 4 6 7 2 4 6 7. അപ്പോൾ ഈ 0 ഇവിടെ വരാൻ പാടില്ല. അപ്പോൾ 0ന് ബേസിക്കലി നമുക്ക് എന്ത് ചെയ്യാം? ഈ എത്ര പ്ലേസ് ഉണ്ട്? 6 പ്ലേസിൽ നിന്ന് 2 പ്ലേസ് ചൂസ് ചെയ്യാം. അപ്പോൾ 0നുള്ള പ്ലേസുകൾ നമുക്ക് എന്ത് ചെയ്യാം? 6 C2 വേസിൽ 15 വേസിൽ ചൂസ് ചെയ്യാം. ഓക്കെ, ഇനി 0 2 വന്നു കഴിഞ്ഞാൽ ഇനി 1നെ എങ്ങനെ ചൂസ് ചെയ്യാം? 1നെ ചൂസ് ചെയ്യാൻ വെച്ചാൽ റിമൈനിങ് 5 സ്പോട്ടിൽ നിന്ന് 2 1 ചൂസ് ചെയ്യാം. 5 C2. ഓക്കെ, അപ്പോൾ 5 C2 എന്ന് പറയുമ്പോൾ 10 വരും. ഓക്കെ, ഇനി ബാക്കി 3 പ്ലേസുകൾ ആർക്കുള്ളതാണ്? മസ്റ്റ് ആയിട്ട് എന്തായിരിക്കണം? 2 ആയിരിക്കണം. ഓക്കെ, അപ്പോൾ 2കൾ ചൂസ് ചെയ്യുന്നത് എത്ര ആയിരിക്കും? റിമൈനിങ് 3 സ്പോട്ടുകൾ. അത് എത്ര വേസിലേ പറ്റുന്നുണ്ടാവുള്ളൂ? ഒരു വേയിലേ പറ്റുന്നുണ്ടാവുള്ളൂ. കാരണം അതെല്ലാം 2 തന്നെ ആയിരിക്കണം. സോ ഇവിടെ വരാൻ പോണത് 15 × 10 150 വരും. അപ്പോൾ നമ്മൾ റിക്വയർഡ് ആൻസർ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഫസ്റ്റ് 480 ഉണ്ട്, 480 പ്ലസ് പിന്നെ 432 ഉണ്ട്, പിന്നെ -150 ഉണ്ട്. അപ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ആക്ച്വലി വരാൻ പോണത് 480 - 150 എന്ന് പറയുമ്പോൾ എളുപ്പത്തിൽ എഴുതാമല്ലോ. 330 + 432 ആണ്, 762 എന്നാണ് വരാൻ പോണത്. അപ്പോൾ ഇവിടുത്തെ ആൻസർ 762 ആണ്. 762 ആണ് ഇവിടുത്തെ ആൻസർ.